ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരിയും സരയും കാണുന്നത് താരയെയാണ്. അങ്ങനെ താരയോടായിട്ട് ഒരു ചെറിയൊരു അനുകമ്പൊക്കെ കാണിക്കുകയാണ് ഷാരി ദേഷ്യപ്പെടുന്നൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് സരയി പറയുന്നുണ്ട്, നീ പലപ്പോഴും എൻ്റെ അരികിലേക്ക് മകളെന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ, വല്ല അനാഥ കുട്ടികൾ അവിടെ തെരുവിലൊക്കെ കിടക്കുന്നുണ്ടാവും, അവരായിരിക്കും നിന്റെ മകള് അല്ലെങ്കിൽ നിന്റെ കുട്ടി, അവരുടെ അരികിൽ ചെന്ന് അവരെ പോയി എടുത്ത് വളർത്തടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഷാരി മിണ്ടാതെ നിൽക്കുകയാണ്. അതിനുശേഷം ഷാരിയും സരയോടെ ഒന്നും പോവുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ താര രാഹുലിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ രാഹുലിൻ്റെ കുത്തിനെ പിടിച്ചിട്ട് രാഹുലിനായിട്ട് തല്ലുകൂടുന്നൊക്കെ ഒരു ഭാഗമുണ്ട്. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ഷാരിയും സരയും വരികയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനാണെങ്കിൽ കല്യാണിയുടെയും കിരണിൻ്റെയൊക്കെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ പുതിയ അടവുമായി പ്രകാശൻ എത്തുകയാണ്. പ്രകാശൻ പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം, മോളുടെ ഡ്രൈവറായിട്ടായാലും മതി എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുകയാണ്. അങ്ങനെ മോള് എന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ കല്യാണി ആകെ ഞെട്ടിപ്പോവുകയാണ്. അതേ സമയത്ത് അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് കിരൺ. പക്ഷേ കല്യാണിക്ക് ചെറിയൊരു അനുകമ്പൊക്കെ തോന്നുകയാണ്. എന്തായാലും ജോലി കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു ചതിയായി മാറും. കല്യാണിയെ ഇല്ലാതാക്കാനുള്ള പ്രകാശന്റെ പുതിയ തീരുമാനത്തിലേക്കുള്ള ഒരു അടവ് മാത്രമാണ് ഇത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്